ബ്രോ, കാണാൻ പറ്റിയ 3 ആനിമയുണ്ടോ? 3 അല്ല 5 എണ്ണം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് ബ്രോയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. ഇതിൽ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ആർക്കെയിൻ എന്നൊരു സീരീസ് ഉണ്ടായിരുന്നു. അതായിരുന്നു ലോകത്തിൽ ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിനെ ഭരിച്ചിരുന്നത്. പിന്നെ സൈബർ പങ്ക് വരികയും അതിനെ തട്ടിക്കളയുകയും ചെയ്തു. അങ്ങനെ സൈബർ പങ്കായി പിന്നെ നെറ്റ്ഫ്ലിക്സ് ഭരിച്ചത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സീരീസ്, സൈബർ പങ്ക് എഡ്ജ് റണ്ണേഴ്സ്. ഞാൻ കണ്ട 10 എപ്പിസോഡുള്ള ഒരു കിടിലൻ ആനിമയാണ് സൈബർ പങ്ക് എഡ്ജ് റണ്ണേഴ്സ്. അടുത്ത ആനിമയാണ് ഡെവിൾ മേ ക്രൈ. സൈബർ പങ്ക് കഴിഞ്ഞ് ഭരിച്ചതാണ് നെറ്റ്ഫ്ലിക്സിനെ. അടുത്ത ഗെയിമിങ് ആനിമയായിരുന്നു ഇത്. 8 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. കിടിലൻ ഡീമൺ ഹണ്ടറിൻ്റെ ഒരു ഇതും കൂടെയാണ്. അടുത്ത ആനിമയാണ് ഡൊറോറോ. അധികം ആൾക്കാർ കേൾക്കാത്ത ഒരു ആനിമി സീരീസ് ആയിരിക്കും. ഗോഡ് ഓഫ് മാങ്ക എന്നറിയപ്പെടുന്ന ഒസാമ ടെസ്കോയാണ് എഴുതിയത്. ഒരു കിടിലൻ ആനിമയാണ്. 24 എപ്പിസോഡുള്ളൂ. ഇതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം അടുത്ത ആനിമയാണ് സോമണ്ടർ. ഒരു അപ്പോക്ലിപ്സ് ആനിമയാണ് സോംബി. ഇതിന് നായകൻ ഒരു കൂസലുമില്ല. സോംബി എന്നതിന് ഭയങ്കര ഹാപ്പിയാണ്. ഒരു കോമഡി കണ്ടിരിക്കാൻ പറ്റിയ ഒരു ആനിമയും കൂടെയാണ് സോം ഹണ്ടർ ബക്കൽ ലിസ്റ്റ് ഓഫ് ഡെത്ത്. അടുത്തതാണ് സോളോ ലെവലിംഗ്. പറയേണ്ട കാര്യമില്ല, ഒരു സെറ്റ് ആനിമയാണ്. ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഞാൻ കൂടുതൽ പറഞ്ഞു ഈ വീഡിയോ പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് 5 ഇതായിട്ട് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.